നമസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട് SFI പ്രവർത്തകരുടെ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ജീവനൊടുക്കിയ കണ്ണൂർ ചൊവ്വ സൗത്തിലെ സഹദേവന്റെ മകൻ ഷാജി പൂത്തട്ട് ജീവനൊടുക്കിയ സംഭവത്തിൽ CPM രാഷ്ട്രീയ പ്രതിരോധത്തിലായി. ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി SFI ആണെന്ന ആരോപണവുമായി KPCC അധ്യക്ഷൻ K സുധാകരനും KSUവും രംഗത്ത് വന്നതോടെയാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ടായിരിക്കുന്നത്. ഷാജിയുടെ താഴെച്ചുവ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് വ്യാഴാഴ്ച ഉച്ചയോടെ സന്ദർശിച്ചു. ഷാജിയുടെ അമ്മ ലളിത പൂത്തട്ടെ CPM നേതാക്കൾ ആശ്വസിപ്പിച്ചു. കലോത്സവ സംഘാടക സമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയാണ് പോലീസിന് കൈമാറിയതെന്നും K സുധാകരന്റെ ആരോപണം വില കുറഞ്ഞതാണെന്നും PK ശ്രീമതി ഇതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കാടടച്ച് വെടിവെക്കുന്നത് സുധാകരന്റെ സ്ഥിരം ശൈലിയാണ്. ഷാജിയുടെ മരണത്തിൽ സർക്കാർ ഊർജിതമായ അന്വേഷണം നടത്തുമെന്നും PK ശ്രീമതി പറഞ്ഞു. പോലീസ് നടത്തുന്ന അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തുവരട്ടെ എന്ന് CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷും പറഞ്ഞു. PN ഷാജിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ആവശ്യപ്പെട്ടു. കോഴ ആരോപണം, കലോത്സവം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം എന്നിവയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് KSU നിവേദനം നൽകുമെന്നും അലോഷ്യസ് സേവ്യർ അറിയിച്ചു. കലോത്സവം പുനരാരംഭിക്കണമെന്നും ഗവർണറോട് ആവശ്യപ്പെടും. കോഴ ആരോപണങ്ങൾ ഏറെക്കാലമായി ഉയർന്നിട്ടും SFIയോ സംഘാടക സമിതിയോ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. കോഴ വിഷയത്തിൽ സംഘാടക സമിതിക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി അലോഷ്യസ് ചൂണ്ടിക്കാട്ടി. തന്റെ മകൻ ഷാജി പൂത്തട്ട ഒരിക്കലും കോഴപ്പണം വാങ്ങി വിധി നിർണ്ണയം നടത്തില്ലെന്ന് അമ്മ ലളിത പൂത്തട്ടയും പറയുന്നു. 35 വർഷത്തിലേറെ കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തന്റെ മകൻ ഇത് ചെയ്യില്ലെന്നും അമ്മ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്നെത്തിയ അവൻ ആകെ അവശനും ക്ഷീണിതനുമായിരുന്നു. അവൻ്റെ മുഖത്ത് കരുവാളിപ്പും കലകളും ഉണ്ടായിരുന്നു. നിനക്ക് അടി കൊണ്ടിരുന്നു മോനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ആരവനെ ചതിച്ചതാണ്. പണം വാങ്ങുന്നവരാണെങ്കിൽ ഈ വീട് ഇങ്ങനെ ആവുമോ എന്ന് ഷാജിയുടെ അമ്മ ലളിത തകരാറായ പഴയ വീട് ചൂണ്ടി ചോദിച്ചിരുന്നു. മേൽക്കൂര പൊളിഞ്ഞ് കഴുക്കോല് കാണുന്നില്ലേ? നിലത്തിട്ട സിമെന്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ക്ഷീണിതനായി എത്തിയ ഷാജി ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും യാത്രയിൽ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന അവലും മിക്സ്ചറും തിന്നോളാമെന്നാണ് പറഞ്ഞതെന്നും ഉച്ചയ്ക്ക് അവൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ കാണാനെത്തിയിരുന്നു. തൻ്റെ നിർബന്ധം കാരണം ഇരുവരും ഒരുപിടി ചോറ് തിന്നിരുന്നുവെന്നും ഇതിനുശേഷം ഷാജി ഉറങ്ങാൻ കിടന്നതാണെന്നും അമ്മ ലളിത പറഞ്ഞു. വൈകുന്നേരം 6:30 അവൻ എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്നാണ് സംശയം തോന്നി അവൻ്റെ സഹോദരനെയും പോലീസിനെ വിളിച്ചത്. പോലീസ് എത്തിയാണ് കഥകൾ ബലമായി തുറന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ലളിത പറഞ്ഞു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പലതവണ മകൻ കരഞ്ഞു പറഞ്ഞിരുന്നു. ഷാജിയുടെ സഹോദരനും നാട്ടുകാർക്കും ഷാജി തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. നാട്ടുകാർക്ക് പ്രിയങ്കരനായ കലാകാരൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ ഗ്രാമം. അതിനിടെ വിധികർത്താവിൻ്റെ മരണത്തിൽ അടക്കം കലാശ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതർ. കോഴ ആരോപണത്തെ തുടർന്ന് വിധികർത്താവ് ഷാജിയുടെ മരണം യൂണിയനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കാനാണ് അധികൃതരുടെ തീരുമാനം. സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്ത് നൽകും. നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കും. പഴയ ജനറൽ ബോഡിയാണ് യൂണിയൻ രൂപവൽക്കരിച്ചത്. കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നു. കാലാവധി പുതുക്കണമെന്ന യൂണിയൻ ആവശ്യം വൈസ് ചാൻസലർ തള്ളി. സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതലയും കൈമാറും.